ആ ഫോൺ കോൾ ഇനി ഒരിക്കലും വരില്ല. കുഞ്ഞു മരിച്ചു എന്ന കേസിൽ വധശിക്ഷയ്ക്ക് വിധിച്ച് തടവിൽ കഴിയുകയായിരുന്ന ഉത്തർപ്രദേശ് സ്വദേശിനി ഷഹ്സാദി ഖാന്റെ ശിക്ഷ നടപ്പാക്കി UAE. വിദേശകാര്യ മന്ത്രാലയം ഡൽഹി ഹൈക്കോടതിയെ അറിയിച്ചതാണ് ഇത്. വീട്ടുവേലക്കാരിയായി ജോലി നോക്കിയിരുന്ന ഷഹ്സാദി തൊഴിലുടമയുടെ 4 മാസം പ്രായമുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തി എന്ന കേസിലാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടത്. 33-കാരിയുടെ വധശിക്ഷ ഫെബ്രുവരി 15-നാണത്രേ നടപ്പിലാക്കിയത്. വധശിക്ഷ നടപ്പിലാക്കിയ വിവരം ഫെബ്രുവരി 28-നാണ് ഇന്ത്യൻ എംബസിയെ അറിയിച്ചതെന്ന് അഡീഷണൽ സോളിസിറ്റർ ജനറൽ ചേതൻ ശർമ്മ ഡൽഹി ഹൈക്കോടതിയെ അറിയിച്ചു. സംസ്കാര ചടങ്ങുകൾ മാർച്ച് 5-ന് നടക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യൻ സർക്കാർ തങ്ങൾക്ക് ഒരു സഹായവും നൽകിയില്ല എന്ന് കുടുംബാംഗങ്ങൾ ആരോപിക്കുന്നുണ്ട്. മകളുടെ അവസ്ഥ അറിയാൻ ഷഹ്സാദിയുടെ പിതാവ് ഷാബീർ ഖാൻ ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി നൽകിയതോടെയാണ് വധശിക്ഷ നടന്നു എന്ന വിവരം പുറത്തുവന്നത്. വർഷങ്ങളായി UAE-യിലെ അൽവദ്ബ ജയിലിൽ തടവിൽ കഴിയുകയായിരുന്നു ഷഹ്സാദി. മകളെ രക്ഷിക്കാൻ കുടുംബം ഇന്ത്യൻ സർക്കാരിൽ നിന്ന് സഹായം തേടിയിരുന്നു, പക്ഷേ വിജയിച്ചില്ല. ഉത്തർപ്രദേശിലെ ബന്ദ ജില്ലയിലെ ഗൊയ്റ മുഗ്ലി ഗ്രാമത്തിൽ നിന്നുള്ള ഷഹ്സാദി ഖാൻ 2021-ലാണ് അബുദാബിയിൽ എത്തിയത്. കുട്ടിക്കാലം മുതൽ ഷഹ്സാദി ഖാന്റെ മുഖത്ത് പൊള്ളലേറ്റ പാടുകൾ ഉണ്ടായിരുന്നു. ആഗ്രയിൽ നിന്നുള്ള ഉജ്ജൈർ എന്നയാൾ സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ടപ്പോൾ പ്ലാസ്റ്റിക് സർജറി ചെയ്യുന്നതിന് യുവതിയെ സഹായിക്കുമെന്ന് വാഗ്ദാനം ചെയ്തു. ഉജ്ജൈറിന്റെ നിർബന്ധപ്രകാരമാണ് പ്ലാസ്റ്റിക് സർജറിക്കുള്ള നിയമപരമായ വിസയിൽ തന്നെ 2021 നവംബറിലാണ് അബുദാബിയിൽ എത്തുന്നത്. വിസ 6 മാസത്തേക്കായിരുന്നു. കുട്ടിക്കാലത്തുണ്ടായ ഗുരുതരമായ പൊള്ളലിന് വൈദ്യചികിത്സ ഉൾപ്പെടെ മികച്ച ഭാവിയാണ് മകൾക്ക് ഉസൈർ വാഗ്ദാനം ചെയ്തതെന്ന് പിതാവ് ഷബീർ ഖാൻ പറയുന്നു. ഇവിടെ വെച്ച് ഉസൈർ തന്റെ ബന്ധുവായ ഫായിസ് നാദിയ ദമ്പതികൾക്ക് ജോലിക്കാരിയായി ഷഹ്സാദിയെ വിൽക്കുകയായിരുന്നു എന്ന് പിതാവ് അവകാശപ്പെടുന്നു. അവിടെ വീട്ടുവേലക്കാരിയായി പാർപ്പിച്ചു. 2022 ഓഗസ്റ്റിൽ ഫായിസിന്റെ ഭാര്യ ഒരു മകനെ പ്രസവിച്ചു. ഈ കുഞ്ഞിനെ നോക്കുന്ന ജോലിയായിരുന്നു പിന്നീട് ഷഹ്സാദിക്ക് ഉണ്ടായിരുന്നത്. 2022 ഡിസംബർ 7-ാം തീയതി കുഞ്ഞ് മരിച്ചു. ഇതോടെ ഷഹ്സാദിയാണ് കുഞ്ഞിന്റെ മരണത്തിന് കാരണമെന്ന് കുടുംബം ആരോപിച്ചു. കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടത്താൻ ആശുപത്രി നിർദ്ദേശിച്ചുവെങ്കിലും മാതാപിതാക്കൾ അത് നിരസിക്കുകയായിരുന്നു. അന്വേഷണം നടക്കുകയും ഷഹ്സാദിയെ അറസ്റ്റ് ചെയ്യുകയും അബുദാബി കോടതി വധശിക്ഷ വിധിക്കുകയും ചെയ്തു. കുഞ്ഞിനെ കൊലപ്പെടുത്തിയെന്ന് ഷഹ്സാദി സമ്മതിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. എന്നാൽ ഇത് തൊഴിലുടമയും കുടുംബവും ഷഹ്സാദിയെ പീഡിപ്പിച്ചും മറ്റും പറയിപ്പിച്ചതാണെന്ന് ഷബീർ ഖാൻ പരാതിയിൽ ആരോപിക്കുന്നുണ്ട്. കുട്ടിയുടെ മരണം കൃത്യമായ ചികിത്സ ലഭിക്കാത്തതിനെ തുടർന്നാണ് എന്നാണ് ഷഹ്സാദിയും പിതാവും വാദിച്ചത്. ഇവർ മാതാവുന്തി പോലീസ് സ്റ്റേഷനിൽ 2024 ജൂലൈ 15-ന് പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല. 2023 സെപ്റ്റംബറിൽ ഷഹ്സാദിയുടെ അപ്പീൽ തള്ളിയിരുന്നു. UAE സർക്കാരിൽ ദയാഹർജിയും മാപ്പപേക്ഷയും സമർപ്പിക്കുന്നത് ഉൾപ്പെടെ UAE-യിലെ ഇന്ത്യൻ എംബസി യുവതിക്ക് സാധ്യമായ എല്ലാ നിയമസഹായവും നൽകിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. എന്നാൽ UAE സുപ്രീം കോടതിയായ കാസേഷൻ കോടതി 2024 ഫെബ്രുവരി 28-ന് വധശിക്ഷ ശരിവെച്ചു. കഴിഞ്ഞ മെയ് മാസത്തിൽ ഷബീർ ഖാൻ പുതിയ ദയാഹർജി നൽകിയിരുന്നു. എങ്കിലും 2025 ഫെബ്രുവരി 14-ന് ഷഹ്സാദിയുടെ ഫോൺ വന്നിരുന്നു. വധശിക്ഷ ഉടൻ നടപ്പാക്കപ്പെടുമെന്ന് അറിയിക്കുകയും ചെയ്തു. അവസാനമായി വീട്ടുകാരോട് സംസാരിക്കണമെന്ന് ഷഹ്സാദിയുടെ അന്ത്യാഭിലാഷത്തെ തുടർന്നാണ് ഇതിന് കോടതി അനുമതി നൽകിയത്. മകളെ രക്ഷിക്കാൻ രാഷ്ട്രപതിക്ക് കത്തെഴുതുകയും പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിക്കുകയും ചെയ്തുവെന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഒന്നിനും കാത്തുനിൽക്കാതെ UAE സുപ്രീം കോടതി ആ വധശിക്ഷ നടപ്പിലാക്കിയിരിക്കുകയാണ്. പ്രവാസി മലയാളി പ്ലസ്.